വിശുദ്ധ കുർബാന അനുഭവം പകർച്ചവ്യാധിയോ, ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങൾ, പക്ഷേ വളരെ അർത്ഥവത്തായ കാര്യങ്ങൾ മാത്രം, ആരോടും പിണക്കമോ വിദ്വേഷമോ വെച്ചുകൊണ്ടല്ല പറയുന്നത്, മനസ്സിലാക്കണമെന്ന് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന അനുഭവം ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ചെറിയ കാര്യമല്ല, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ വൈദികരുൾപ്പെടെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണോ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്, അതോ പ്രാധാന്യമുള്ളൊരു വിശുദ്ധ കുർബാന എൻ്റെ ഉള്ളിലേക്ക് വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണോ? ഇത് രണ്ടും രണ്ടാണ്. ഒന്ന്, പ്രാധാന്യമുള്ളതാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കുന്നത് വളരെ ആവശ്യമാണ്. അത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് എൻ്റെ വിചാരം. രണ്ട്, പ്രാധാന്യത്തോടെ വേണം ഇത് അനുഭവിപ്പാനും. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, ചില സ്ഥലങ്ങളിലെങ്കിലും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമസ്കാരം തുടങ്ങിയ വൈദികൻ കയറിപ്പോവും. നമസ്കാരം തുടങ്ങിയിട്ട് കുറച്ച് സമയമാകുമ്പം അദ്ദേഹം കയറിപ്പോകും തുയ്യാബോ നടത്താൻ വേണ്ടി. അപ്പോൾ തുയ്യാബോ നടത്താൻ വേണ്ടി കയറിപ്പോകുന്ന വൈദികൻ അകത്ത് തുയ്യാബോ നടത്തുമ്പോൾ പുറത്ത് വേറൊരു വൈദികൻ ഉണ്ടെങ്കിൽ അദ്ദേഹം മദ്ബഹായിൽ പ്രവേശിക്കാതെ താഴെ നിൽക്കുകയാണ് എങ്കിൽ വിശുദ്ധ കുർബാന എടുത്തുകൊണ്ട് വരുന്ന, കുർബാന കൊടുക്കാനുമായിട്ട് കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പും വന്ന്, അല്ലെങ്കിൽ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും വന്ന് അച്ഛനെ ഞോണ്ടിയിട്ട് പറയും, അച്ഛ കുർബാന അനുഭവിക്കണം. ആ അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഹൂസെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഹൂസെ കൊടുക്കും, വിശുദ്ധ കുർബാന അനുഭവിക്കും, ഇല്ലേ? ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ കുർബാന കൊള്ളണമെന്ന് തോന്നിയത്? കുർബാന അനുഭവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ, കുർബാന അനുഭവിച്ചേ മതിയാകൂ എന്ന ബോധ്യമുള്ള ഒരാളായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ മദ്ബഹായിലേക്ക് കയറുന്നതിന് മുമ്പ് ദേവാലയത്തിലെത്തിയേനെ. ഇത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അച്ഛനവിടെ നിൽപ്പുണ്ടല്ലോ, എനിക്കെന്താ കുർബാന അനുഭവിച്ചാൽ എന്താ കുഴപ്പം? ചെന്നൊരു തലയ്ക്ക് പിടിക്കും, ഞാൻ രാവിലെ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും കഴിച്ചിട്ടില്ല, എന്നാലും അപ്പോൾ കുർബാന അനുഭവിച്ചേക്കാം. രണ്ട്, ചായ കുടിക്കുന്നൊന്നും രോഗികൾക്ക് കുഴപ്പമില്ലെന്ന് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇനിയും വേണ്ട, വേറെ ഏതെങ്കിലും സഭ വന്നാൽ ഞങ്ങളുടെ സഭയിൽ 1 മണിക്കൂർ നേരത്തെ ഫാസ്റ്റിങ്ങേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുർബാന അനുഭവിച്ചാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കും. രണ്ട്, എല്ലാവരും കുർബാന അനുഭവിക്കുന്നു, ഞാനിവിടെ കുർബാന അനുഭവിച്ചില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെ ആളുടെ ഓർമ്മ ദിനമാണ്, അപ്പം ഞാനിവിടെ കുർബാന അനുഭവിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? ഇങ്ങനെ ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു പകർച്ചവ്യാധിയൊന്നുമല്ല, അങ്ങനെ ആക്കേണ്ട കാര്യമല്ല. ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും കൂടെ അത് വേണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. സഹോദരങ്ങളെ, തിരുവചനത്തിലൊരു വാക്യം വളരെ പ്രസക്തമാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് മുഖാന്തരം പലരും രോഗികളായിത്തീരുന്നു എന്ന് തന്നെ തിരുവചനം എഴുതിയിട്ടുണ്ട്. എന്തൊരു വൈരുദ്ധ്യാത്മകതയാണെന്ന് ആലോചിക്കുക. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുഖാന്തരം പലരും രോഗികളായിത്തീരുന്നു. അതിൻ്റെ കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്. തന്നെത്താൻ ശോധന ചെയ്യാതെ വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന പലരും എന്നർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുംഭസാരമോ ഹൂസോയോ അർത്ഥവപൂർണമായി അതിനെ കൈക്കൊള്ളുകയും യാമനമസ്കാരങ്ങൾ കൃത്യമായി പൊറുകയും. കാരണം നിങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഇവിടെ വികാരിച്ചൻ്റെ ജോലിയല്ല കുർബാന ഉണ്ടാക്കി വെക്കുക. കുർബാന ഉണ്ടാക്കി വെക്കൽ വികാരിച്ചൻ്റെ ജോലിയല്ല. നമ്മൾ ചിന്തിക്കുന്ന കുർബാന ഉണ്ടാക്കി വെക്കൽ വികാരിച്ചൻ്റെ ജോലി, കുർബാന അനുഭവിക്കൽ ഞങ്ങളുടെ ജോലിയാണെന്ന്. അല്ല, കുർബാന അർപ്പിക്കൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ ജോലിയാണ്, അല്ലാതെ വികാരിച്ചനല്ല. ഒരു വിശ്വാസിയെങ്കിലും ഇല്ലെങ്കിൽ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? അവിടെയാണ് ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകത. എല്ലാവരും കൂടെ ചേർന്നാണ്. പ്രതിവാക്യം പറയാൻ ആളുകൾ വേണം, അതില്ലാതെ എങ്ങനെ കുർബാന അർപ്പിക്കുന്നത്? അപ്പോൾ അങ്ങനെ ചേർന്ന് അർപ്പിക്കുന്ന കുർബാനയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുപോലെയാണ് യാമനമസ്കാരങ്ങളും. കൃത്യമായ യാമനമസ്കാരങ്ങൾ പൂർത്തീകരിക്കാതെ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പാടില്ല. ആരും അനുഭവിച്ചോട്ടെ, എനിക്ക് അനുഭവിക്കണം എന്ന് തോന്നുന്നുവെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം, ഞാൻ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കണം, അതിനുവേണ്ടിയുള്ള വിശുദ്ധി ഉണ്ടായിരിക്കണം,
എൻ്റെ വസ്ത്രങ്ങൾ പോലും, ഞാൻ അതിനെ അത്ര നിർബന്ധത്തോടെ പറയില്ല എങ്കിൽ കൂടി സഭ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നത്, വസ്ത്രങ്ങൾ പോലും വെണ്മയുള്ളതും വിശുദ്ധവുമായിരിക്കണം. അങ്ങനെ വന്ന് വേണം വിശുദ്ധ കുർബാന അനുഭവിക്കാൻ. ഇല്ലെങ്കിൽ തിരുവചനം പഠിപ്പിക്കുന്ന രസകരമായ മറ്റു കാര്യമുണ്ട്, പ്രാർത്ഥന പോലും പാപമായി തീരും. വിശുദ്ധ കുർബാന അനുഭവം രോഗികളാക്കി തീർക്കും. എന്തുകൊണ്ടാണ്? പൂർണ്ണമായ ഒരുക്കമില്ലാത്തതുകൊണ്ടാണ്. നമുക്കങ്ങനെയല്ല നമ്മുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത്. നമുക്ക് വളരെ പൂർണ്ണമായ ഒരുക്കത്തോടെ തന്നെയാണ് അത് അനുഭവിക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ആത്മീയ അർത്ഥം നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോലും ചെയ്തത്. എൻ്റെ കൂടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ എൻ്റെ മക്കളുടെ കയ്യിൽ ഒന്നും എത്തൂല. അവരേതേലും വഴിക്ക് പോകും. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കുറ്റം പറയാതെ അവരെ നേർവഴിക്ക് നയിക്കണമെങ്കിൽ നമ്മളിൽ കൂടി അത് പകർന്നു കിട്ടാനിടയാകട്ടെ. പൂർണ്ണമായ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന അനുഭവിപ്പാനിടയാകട്ടെ. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.